പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിൽ CPI കടുപ്പിക്കുകയാണ്. ആ സ്ഥാനം CPIക്ക് അവകാശപ്പെട്ടതാണ്. കീഴ്വഴക്കം പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ആർക്കുമാകില്ല. കീഴ്വഴക്കമല്ല, രാഷ്ട്രീയമാണ് വലുതെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നു പറഞ്ഞു. എല്ലാ സ്ഥാനവും ഒറ്റ പാർട്ടിക്കെന്ന രീതി മാറിയേ തീരൂ എന്നും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെങ്കിൽ പങ്കുവയ്ക്കൽ അനിവാര്യമാണെന്നും CPM-നെ ഓർമ്മപ്പെടുത്തി ബിനോയ് വിശ്വം 14-ാം തീയതി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. ബിനോയ് വിശ്വത്തിന്റെ രൂക്ഷ വിമർശനം വരുന്നത്. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോൾ ഉപനേതൃ പദവിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നാണോ ഇപ്പോൾ CPI-യുടെ തീരുമാനം? ബിനോയ് വിശ്വം കടുപ്പിക്കുകയാണോ? ഇതിപ്പോൾ LDF യോഗം പോലും തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഒറ്റ തവണയാണ് യോഗം ചേർന്നത്. പിന്നീട് LDF ചേരാൻ പോലും കഴിഞ്ഞിട്ടില്ല ഈ ഒരു വിഷയത്തിൽ തട്ടി നിന്നുകൊണ്ട്. സ്മൃതി, ഉപനേതാവ് സ്ഥാനത്തിൽ കിട്ടിയേ തീരൂ എന്ന നിലപാട് വീണ്ടും ഉറക്കെ പറയുകയാണ് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇന്ന് PKV അനുസ്മരണവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പൊതുപരിപാടിയിലാണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് മറ്റൊരർത്ഥത്തിലാണ്. ഉപനേതാവ് തർക്കത്തിൽ LDF-നകത്ത് തർക്കമില്ല, കാരണം അത് ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി എന്ന നിലയിൽ CPI-ക്ക് കിട്ടേണ്ടതാണ്. കേട്ട ശേഷം റഹീസിലേക്ക് വരാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരോടെല്ലാം പറയാറുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മൂല്യങ്ങളെപ്പറ്റിയും മുന്നണിയെപ്പറ്റിയും ആ രാഷ്ട്രീയത്തിൻ്റെ അർത്ഥത്തെപ്പറ്റിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പഠിപ്പിക്കാൻ അവരാരും ഒട്ടും പാടുപെടേണ്ടതില്ല. കാരണം ആ ബോധ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. മറ്റാരേക്കാൾ കൂടുതലായി LDF രാഷ്ട്രീയത്തിൻ്റെ അർത്ഥമറിയുന്ന പാർട്ടി CPI എന്ന കാര്യം എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയണം. PKV മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് പട്ടുണ്ടായിലെ പാർട്ടി കോൺഗ്രസ് നടന്നത്, 11-ാം പാർട്ടി കോൺഗ്രസ്. ആ പാർട്ടി കോൺഗ്രസ്സാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊരു പുതിയ ഗതിക്രമത്തെ പറ്റിയുള്ള നിർദ്ദേശമായി ഇടതുപക്ഷ ജനാധിപത്യ ബദൽ എന്ന ആശയത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചത്. ആ തീരുമാനം പ്രാവർത്തികമാക്കാൻ വേണ്ടി കേരളത്തിലെ അന്നത്തെ രാഷ്ട്രീയ ബന്ധത്തിൽ ഒരു മാറ്റം വേണ്ടി വന്നു എന്ന് ഘട്ടം വന്നു. PKV എന്ന മുഖ്യമന്ത്രിയാണ്. പാർട്ടി തീരുമാനത്തെ അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് PKV ഒറ്റ നിമിഷം പോലും വൈകാതെ തന്റെ മുഖ്യമന്ത്രി പദം വലിച്ചെറിഞ്ഞുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നു. അതാണ് PKV, അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എല്ലാവരും ആ കസേര, മുഖ്യമന്ത്രി കസേര ഏറ്റവും വലുതായി കാണുമ്പോൾ ആ കസേരയ്ക്ക് വേണ്ടി എല്ലാ പാർട്ടികളിലും പല പല നാടകങ്ങളും വഴക്കുകളും സത്യങ്ങളുമെല്ലാം പലപ്പോഴും മൂർച്ഛിക്കുന്ന കാഴ്ച നാം കാണുമ്പോൾ നാം അറിയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ അർത്ഥം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നടപ്പിലാക്കാൻ 2 വട്ടം ചിന്തിക്കേണ്ട ആവശ്യമില്ലാത്ത പാർട്ടിയാണെന്ന്. അതുകൊണ്ടാണ് PKV ഒട്ടും വൈകാതെ തന്റെ മുഖ്യമന്ത്രി സ്ഥാനം വലിച്ചെറിഞ്ഞിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത്. റഷീദ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. റഹീസ്, ഇപ്പോൾ CPI-യുടെ പരിപാടിയിൽ തന്നെയാണ് ബിനോയ് വിശ്വം ഈ പ്രതികരണം നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയമാണ് വലുത്, കീഴ്വഴക്കമല്ല. ഇത് കീഴ്വഴക്കമാണ് CPM ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉപനേതൃ പദവി അത് കിട്ടിയേ തീരൂ എന്നതിൽ കടുപ്പിക്കുകയാണ് അല്ലേ? സ്മൃതി, കടുപ്പിക്കുകയാണ്. അത് CPI-യുടെ PKV അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുമ്പോൾ പ്രസംഗത്തിലാണ് ഇക്കാര്യം പറഞ്ഞതെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി പറഞ്ഞതല്ല. പകരം ഇത് എല്ലാവരും കേൾക്കട്ടെ എന്ന് തീരുമാനിച്ചുറപ്പിച്ച് തന്നെ 14-ാം തീയതി ചൊവ്വാഴ്ച ഇതുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ച CPIM-ഉമായിട്ട് നടക്കാനിരിക്കുകയാണ്. അതിന്റെ മുന്നോടിയായി ഉപനേതാവ് സ്ഥാനത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾക്കില്ല എന്ന് വീണ്ടും പ്രഖ്യാപിക്കുകയാണ് ബിനോയ് വിശ്വം ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് കീഴ്വഴക്കമൊന്നും പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. കാരണം CPIM-ന്റെ നിലപാട് മുൻപ് കീഴ്വഴക്കം അനുസരിച്ച് കഴിഞ്ഞ തവണ VS അച്യുതാനന്ദനും കോടിയേരി ബാലകൃഷ്ണനുമായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉപനേതാവ് പദവികളിലുള്ളത്. ആ കീഴ്വഴക്കം തുടരണമെന്ന് പറയുമ്പോൾ കീഴ്വഴക്കത്തിലൊന്നും ഒരു കാര്യമില്ല എന്ന കാര്യം അദ്ദേഹം പറയുന്നു. LDF-നെ ദുർബലപ്പെടുത്താനല്ല, ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഉപനേതാവ് സ്ഥാനം CPI ചോദിക്കുന്നത് എന്നുകൂടി ബിനോയ് വിശ്വം പറയുന്നുണ്ട്. ശരി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.